കേരളത്തിലെ എല്ലാ കലാരൂപങ്ങൾക്കും ചില ഐതിഹ്യങ്ങളും ചരിത്ര ഏടുകളുമുണ്ട്. ഓരോ കലാരൂപങ്ങളും നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വരച്ചുകാട്ടുന്നു. ചില കലാരൂപങ്ങൾ ചരിത്ര താളുകളിൽ ചേക്കേറി മറയുന്നുണ്ടെങ്കിലും അവയെ തിരികെ കൊണ്ടുവരുന്നതിൽ ചില സാംസ്കാരിക കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്ക് പുതുതലമുറയോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. ചക്കര മുത്തേ അമ്മയ്ക്കോരി മൂത്തം താടാ എൻ്റെ മാറി ചവിട്ടുനാടകത്തിലൂടെ സിനിമയിലെത്തിയ ഒരു കലാകാരി നമുക്കുണ്ട്. ചവിട്ടടകത്തിലേക്ക് ഞാൻ ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ ആകാമ്പോൾ ആ സമയത്ത് ഞാൻ ചവിട്ടടത്തിൽ വന്നത്. ഇപ്പോൾ ഒരു 10-55 കൊല്ലത്തെ കുഴപ്പമുണ്ട് എനിക്ക് ചവിട്ടടകം. അത് ചവിട്ടുനാടകത്തിൽ സിനിമയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ സദൃശവാക്കിൽ നമ്മൾ നാടകം കളിച്ചത്. ആ നാടകത്തിൽ വെച്ചിട്ട് എന്നെ അൻവർ റഷീദാണ് സിനിമയിലേക്ക് വിളിക്കണത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ പോകുമായിരുന്നു. പൊട്ടിയാക്കുമ്പോൾ നല്ല രസമല്ല പൊട്ടിയാക്കാണ്ട്. അപ്പോൾ ഒരു കണ്ണക്കിന് അമ്മച്ചനെ കൊണ്ട് കുളിപ്പിച്ച് ഒരു ഷെമീഷൊക്കെ ഇടിച്ച് പാഞ്ഞ് പിടിച്ച് പോയി നാടകം കാണാൻ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു പൊട്ടിയാക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നി അങ്ങനെ നാടകങ്ങളിലേക്ക് ഞാൻ വന്നു. പണ്ട്, വളരെ പണ്ട് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഭരണകാലത്ത് രൂപം കൊണ്ട സംഗീത നൃത്ത നാടക രീതിയാണ് ചവിട്ടുനാടകം. പാട്ടും പയറ്റും നൃത്തനൃത്യങ്ങളും ഈ കലാരൂപത്തിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. വിവിധ കലാരൂപങ്ങൾ കോർത്തിണക്കി ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന ചവിട്ടുനാടകത്തിന്റെ ജന്മദേശം ഫോർട്ട് കൊച്ചിയാണെന്നാണ് പറയപ്പെടുന്നത്. ചെറുപ്പം മുതൽ ചവിട്ടുനാടകത്തിൽ സജീവമായവരാണ് മിക്ക കലാകാരന്മാരും. സ്കൂൾ കലോത്സവ ചവിട്ടുനാടക വേദികളിൽ കുട്ടികളെ പരിശീലിപ്പിച്ചെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ് ബ്രിട്ടോ വിൻസെന്റ്. ഫോർട്ട് കൊച്ചി സ്വദേശിയായ ബ്രിട്ടോ വിൻസെന്റ് ചവിട്ടുനാടക രംഗത്തെ പ്രധാനിയാണ്. ഞാൻ ജനിച്ചു വളർന്ന ആ സമയം മുതൽ എൻ്റെ എനിക്ക് ഓർമ്മയുള്ള ആ സമയം തുടങ്ങി ചവിട്ടുനാടകമാണ് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപം. ഒരു 60-64 ഉള്ളിലാണ് ആദ്യത്തെ മലയാള ചവിട്ടുനാടകം കേരളത്തിലുണ്ടായത്. അതുവരെ എല്ലാം തമിഴിലായിരുന്നു ചവിട്ടുനാടകങ്ങളുണ്ടായിരുന്നത്. ആദ്യത്തെ മലയാള ചവിട്ടുനാടകം ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് ഇത് ബുക്കുകളിലൊന്നും എഴുതി വെച്ചിട്ടില്ല ആരും. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ട് വിജയ ജോൺ മാസ്റ്ററാണ് ആദ്യത്തെ മലയാള ചവിട്ടുനാടകം എഴുതിയത്. ഒരു ആയുർവേദ വൈദ്യനായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയതാണ് കാർലസ് മാൻ ചരിത്രം. കാർലസ് മാനും ധീരയോദ്ധാക്കളും എന്ന എക്കാലത്തും ചവിട്ടുനാടകത്തിലെ ഏറ്റവും പ്രഥമവും പ്രശസ്തവുമായിട്ടുള്ള ചവിട്ടുനാടകമാണ് കാർലസ് മാൻ ചരിത്രം. ചവിട്ടുനാടകം എന്ന കലാരൂപം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന് മലയാളത്തിന് ലഭിച്ച ഒരു കലാരൂപമാണ്. ഉദയംപേർ സുന്നഹദോസ് കാലത്ത് അവർ നിലവിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ പോപ്പിൻ്റെ വിഭാഗത്തേക്ക് ലയിപ്പിക്കാൻ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമം. ആ സംഘടിതമായ ശ്രമം ഗോവ മെത്രാപ്പൊലീത്തയായിരുന്ന, അതായത് ഈ പോർച്ചുഗീസ് മെത്രാനായിരുന്ന ഗോവയിലാണ് ഈ പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ മെത്രാസനം സ്ഥാപിക്കപ്പെടുന്നത്. ഈ കൂടിയാട്ടത്തിൽ നിന്ന് തന്നെ സംസ്കരിച്ചെടുത്തിട്ടുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. ആളുകളുടെ കലയെ ആസ്വദിക്കാനുള്ള താല്പര്യം കാരണം വീണ്ടും മാതൃമതത്തിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ഭയപ്പാട് ഉണ്ടായതുകൊണ്ടിട്ടാണ് മിഷണറിമാർ ഒരു കലാരൂപം, ക്രിസ്ത്യൻ കഥകളെ അവതരിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലാരൂപത്തെക്കുറിച്ച് ആലോചിച്ചതും. മറ്റൊന്ന്, ഈ കലാരൂപം ലത്തീൻ ക്രൈസ്തവരുടെ നാടോടി കലാരൂപമാണെന്നും ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടുകാരനായ ചിന്നത്തമ്പി അണ്ണാവി എന്നയാളാണ് ചവിട്ടുനാടകം എന്ന കലാരൂപം ചിട്ടപ്പെടുത്തിയത്. അണ്ണാവി എന്നാൽ തമിഴിൽ ആശാൻ എന്നാണ് അർത്ഥം. തുള്ളൽ ചരിത്രത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥാനം തന്നെയാണ് ചവിട്ടുനാടകത്തിന്റെ കാര്യത്തിൽ ചിന്നത്തമ്പി അണ്ണാവിക്കുമുള്ളത്. നിരവധി ഐതിഹ്യങ്ങൾ അണ്ണാവിയെക്കുറിച്ച് ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. ചവിട്ടുനാടക കലയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളം ജില്ലയിലെ ഗോതുരത്തുള്ള കടവാതുരുത്ത് ഹോളിക്രോസ് ദേവാലയത്തിന് സമീപം ചിന്നത്തമ്പി അണ്ണാവിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കാറൽമാൻ ചരിത്രം ചവിട്ടുനാടകത്തിലെ കാറമൽ ചക്രവർത്തിയുടെ വേഷത്തിലാണ് അണ്ണാവിയെ പ്രതിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
കൂടാതെ ചിന്നത്തമ്പി അണ്ണാവി പാടി വളയിച്ച കുരിശും പ്രതിമയോട് ചേർന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ ചവിട്ടുനാടകം പ്രചരിപ്പിക്കുന്നതിൽ ചിന്നത്തമ്പി അണ്ണാവി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചവിട്ടുനാടകത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കോസ്റ്റൽ ഏരിയയാണ്. ആ തീരപ്രദേശങ്ങളിലാണ്, അവിടെയാണ് ഈ ചവിട്ടുനാടകം രൂപപ്പെടുന്നത്. ചവിട്ടുനാടകം രൂപപ്പെട്ടത് കൊച്ചിയിലാണ്. ആ ചവിട്ടുനാടകത്തിന് ആദ്യ കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ വൈപ്പിൻ തുടങ്ങിയങ്ങാട് പോയാലും ആലപ്പുഴയിലോട്ട് പോയാലും ഒക്കെ CD ഉപയോഗിച്ച് കളിക്കുന്ന രീതിയാണ്. ഇവിടെ ഒറിജിനൽ ചവിട്ടുനാടകം അങ്ങനെയല്ല, അത് അവരവരുടെ സൗകര്യത്തിനുവേണ്ടി അവർ മാറ്റിയതാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കാർലസ്മാൻ നാടകമൊക്കെ 3 ദിവസം കളിച്ചിട്ടുണ്ട്. ആ 3 ദിവസം കളിക്കുമ്പോഴും ഒരാൾ തന്നെയാണ് പ്രധാന വേഷം 3 ദിവസം ചെയ്തിരിക്കുന്നത്. റോളൻറ്റിൻ്റെ വേഷം. റോളൻറ്റ് കഥയിലെ ഹീറോയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ കണക്ക് പറയുക 300 പേജ് വരുന്ന പുസ്തകമെങ്കിലും ഫുള്ളായിട്ട് ഭയമായിട്ട് പഠിച്ച് വേണം കളിക്കാൻ. ആ സ്വയം പാടി കളിക്കുമ്പോൾ ചാടുകയും ചവിട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് നടന് വലിയ ഒരു അധ്വാന ഭാരമുണ്ട്. അതുകൊണ്ടിട്ടാണ് മറ്റു പലരും അതിനെ മാറ്റി ലളിതവൽക്കരിച്ച് പിൻപാട്ടിലേക്ക് പോയി ഒക്കെ ചവിട്ടുനാടകത്തിനെ കൊണ്ടു നടക്കണം. നൃത്തത്തോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്ന ചവിട്ടുനാടകത്തിൽ ചെണ്ട, മദ്ദളം, ഇലത്താളം മുതലായ ഘനവാദ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ചവിട്ടിയാൽ ചെണ്ടപ്പുറത്തെന്നതുപോലെ ശബ്ദം കേൾക്കത്തക്ക വിധം സ്റ്റേജിൽ പലകകൾ നിരത്തിയാണ് തട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. കാലചക്രം ഒരുപാട് കറങ്ങി നീങ്ങിയപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചവിട്ടുനാടക ഗീതങ്ങൾ കർണാടക സംഗീതത്തിന്റെ മാർഗത്തിൽ തന്നെയാണെങ്കിലും തികച്ചും സ്വതന്ത്രവും വിശാലവും സമഗ്രവുമായ ഒരു ഗാനരീതിയും താളസമ്പ്രദായവും അതിന് സ്വന്തമായുണ്ട്. നൃത്താഭിനയങ്ങൾക്ക് ചേരുന്ന രീതിയിലാണ് അവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും. കൂടാതെ നടൻ പാടി അഭിനയിക്കുന്ന രീതിയാണ് ചവിട്ടുനാടകത്തിൽ നിലനിന്നു പോന്നിരുന്നത്. ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്ത സംഗീതങ്ങൾ ഉപയോഗിച്ചും അവതരിപ്പിക്കപ്പെടുന്നു. ഈ ചവിട്ടുനാടകത്തിൻ്റെ സംഗീതത്തിൽ കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനം വളരെയുണ്ട്. ക്ലാസിക്കൽ ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ജതികൾ, കുട്ടജം തരികിട്ട തിമിത ചണുത കുട്ടജം തരികിട്ട തിമിത ചണുത ചണുത തിമിതാതാതെ ഇത്തരത്തിലുള്ള ഒരുപാട് ചൊല്ലുകൾ ചവിട്ടുനാടകത്തിലുണ്ട്. സംഗീതം നമ്മുടെ തമിഴ് സംഗീതം ചേർന്ന് തെരുക്കൂത്തിൻ്റെ പാട്ടിൽ നിന്ന് എടുത്തതായിരിക്കും. അതേപോലെ തന്നെ ഈ കേരളത്തിൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കളരിപ്പയറ്റായിരിക്കും. എൻ്റെ ഓർമ്മയിലൊക്കെ ഇന്നിപ്പോൾ ക്ലാരിനെറ്റും സൈസ്ട്രം, വെയിസ്റ്റം, ഓർഗൺ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഓരോ മോഡലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്നുണ്ട്. ആ കാലഘട്ടത്ത് അതൊന്നുമില്ല. ഇന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇപ്പോൾ ഉള്ള അന്ന് ആ കാലത്ത് അതൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഈ ചവിട്ടുനാടൻ പഠിക്കുന്ന വെച്ചാൽ അന്ന് നാടൻ കളിക്കുമ്പോഴേക്കും ചിലപ്പോൾ അന്ന് സ്റ്റേ കയറണമ്പോൾ ചിലപ്പോൾ നീ ഒരു 5000 രൂപ എടുക്കണം, അല്ല മറ്റോ 2000 രൂപ എടുക്കണം. എന്ത് ചെയ്യും? മത്സ്യത്തൊഴിലാളികളല്ലേ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 3 ശൈലിയിലാണ് ചവിട്ടുനാടകങ്ങൾ പരിശീലിച്ച് വന്നിരുന്നത്. 3 ശൈലിയാണ്. ഒന്ന് ആലപ്പുഴയിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ശൈലി, കൊച്ചിയിൽ ഒരു ശൈലി, ഗോതുരത്തിൽ ഒരു ശൈലി. 4 തരം നാടകങ്ങൾ പൊതുവെ ചവിട്ടുനാടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ബൈബിൾ കഥകൾ, 2 ഈ രാജാക്കന്മാരുടെ വീരസാഹസിക കഥകൾ, 3 സാമൂഹ്യ കഥകളുണ്ട്, പിന്നെ 4 ഈ വിശുദ്ധന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 4 കഥകൾ. കലാ സാംസ്കാരിക രംഗത്ത് കേരളത്തിന്റെ സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടാൻ വലിയൊരു പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സ്കൂൾ കലോത്സവങ്ങൾ. കൗമാര പ്രതിഭയുടെ കലാവൈഭവങ്ങൾ പ്രകടമാക്കുന്ന ഉജ്ജ്വല വേദി കൂടിയായ ഇവിടെ തനതായ കലാരൂപങ്ങൾ കാലഹരണപ്പെട്ടു പോകാതെ പുതുതലമുറകളിലേക്ക് പകർന്നുകൊടുക്കുന്നു. 2012 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടകം ഒരു മത്സര ഇനമായിട്ട് വന്നത്. അപ്പോൾ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ CD ഉപയോഗിച്ച് കളിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ചവിട്ടുനാടകം എത്തി കലോത്സവത്തിലൂടെ. ചവിട്ടുനാടകത്തിൽ പെൺസാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ് എന്നത് ഈ കലയുടെ വളർച്ചയുടെ ഒരു വലിയ ചുവടുവയ്പിന്റെ തുടക്കമായി കണക്കാക്കണം. ചവിട്ടുനാടകത്തിന്റെ മറ്റൊരു പ്രധാന കേന്ദ്രമായ ഗോതുരത്തിൽ ഈ കലയെ നെഞ്ചോട് ചേർക്കുന്ന കുറേയേറെ പെൺസാന്നിധ്യങ്ങളുണ്ട്. ഇതിൽ മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തൊക്കെ സ്ത്രീകൾ രംഗത്ത് വരാൻ തുടങ്ങി. അന്ന് പെണ്ണുങ്ങൾക്ക് വരാഴികയൊന്നുമില്ല. ഞാൻ നാടകം പഠിക്കാണ്ട് ഞാൻ ഈ റിഹേഴ്സലിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു നാടകം കളിച്ചാൽ ഫസ്റ്റ് നാടകം കളിച്ചപ്പോൾ എനിക്ക് കിട്ടി. അന്ന് കിട്ടി 25 രൂപ. ആ 25 രൂപ മതി. ഇന്നൊരു 5000 രൂപയുടെ പഠിക്കണം. ആ ഒരു കല ഇന്നിപ്പോൾ എൻ്റെ മൂത്ത മരുമകൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേരക്കുട്ടിയൊക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇളയ മോന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പ്രാധാന്യം തന്നെ. കാരണം ഒരു 10-15 ആണുങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ ഒരു പാട്ട് കിട്ടണമെന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 4 പേരും കൂടി അവർക്ക് കൂടി പാട്ടുണ്ടാവും, ചിലപ്പോൾ 2 പേരായിട്ട് ഉണ്ടാവും, ചിലപ്പോൾ സ്ത്രീ തന്നെ പുരുഷനായിട്ട് തന്നെ സ്ത്രീ ഉണ്ടാവും. ചവിട്ടുനാടകം അവതരിപ്പിക്കുമ്പോൾ
സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറഞ്ഞ കഥാപാത്രങ്ങൾ. ഇപ്പോൾ കാർലസ്മാൻ ചരിത്രത്തിൽ ചവിട്ടുനാടകമ്പോൾ അതിന് 5 ഭാഗങ്ങളാണ്. അതിലൊരു ഭാഗം പ്ലോരിപ്പീസ് എന്ന് പറഞ്ഞ് തന്നെയാണ്. പ്ലോരിപ്പീസ് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഇവിടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ചവിട്ടുനാടകത്തിൽ എല്ലാ ആണുങ്ങൾ തന്നെയാണ് സ്ത്രീവേഷം കിട്ടിയിരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സിനിമ തന്നെ തുടങ്ങിയപ്പോഴും സ്ത്രീകൾ വരാൻ വേണ്ടി വളരെ മടിക്കുന്നുണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ അതിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ചവിട്ടുനാടകവും ഈ 500 വർഷം മുമ്പാണ് ചവിട്ടുനാടകം കളിച്ചു തുടങ്ങിയത്, 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾ വളരെ ഇതായിരുന്നുകൊണ്ടായിരിക്കാം ആണുങ്ങൾ തന്നെയാണ് ആ വേഷം ചെയ്തിരുന്നത്. ആണുങ്ങൾ ചുവട് വെക്കണം, ഒപ്പം തന്നെ പെണ്ണുങ്ങളും ചുവട് വെക്കണം. പെണ്ണുങ്ങളും പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ് പുറകോട്ട് പറഞ്ഞു ഞാൻ സമ്മതിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും നാടകത്തിൽ ഇപ്പോൾ അല്ലേശ്ശ നാടകത്തിൽ 3 പെണ്ണുണ്ട്, അതിൽ 3 പെണ്ണ് വേണം അല്ലേശ്ശ നാടകത്തിൽ. പിന്നെ കൊട്ടാര ദിവസത്തിൽ 2 പെണ്ണ് വേണം, വനപാല നാടകത്തിൽ 2 പെണ്ണ് വേണം. അപ്പം ഇങ്ങനെ 2 പെണ്ണും 3 പെണ്ണൊക്കെ ആയിട്ട് ഉള്ള നാടകമുണ്ട്. സ്ത്രീകൾ ആദ്യമായിട്ട് രംഗത്ത് വന്നതും എൻ്റെ അറിവാണ്, അത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. ഫോട്ടോ വെച്ചിൽ ഇവിടെ വർഗീസ് എന്ന് പറഞ്ഞു, VR വർഗീസ് എന്ന് പറഞ്ഞ ആശാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ചവിട്ടുനാടകത്തിൽ അവതരിപ്പിച്ചത്. വളരെ അപൂർവമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു വീട്ടിലെ ഒരപ്പനും അമ്മയുടെ 7 മക്കൾ, അങ്ങനെ 7 പേരും ഒരേ ഹൈറ്റും ഒരേ വെയിറ്റുമുള്ള 7 പേര് ഒരു കുടുംബത്തിലുണ്ട്. ഇവിടെ വലിയ വീടെന്ന് പറയും. അവർ 7 പേരും ഒരേ സമയത്ത് ഒരു കാർലസ്മാൻ ചരിത്രത്തിലെ 7 കഥാപാത്രങ്ങൾ ഒരു വേദിയിൽ അവതരിപ്പിച്ച് അങ്ങനെ ഒരു ചരിത്ര ഒരു സംഭവമുണ്ട് ഇവിടെ. ആ വീട്ടിൽ നിന്ന് തന്നെ അതിലെ VR വർഗീസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് ചവിട്ടുനാടകത്തിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം കൊച്ചിയിൽ ചവിട്ടുനാടകത്തിൽ വന്നത് ഉമാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതിനുശേഷം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ചവിട്ടുനാടകത്ത് ഉണ്ട്. ചവിട്ടുനാടകം എന്ന പരമ്പരാഗത കലാരൂപത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഗോതുരുത്ത് കടവാതുരുത്തിലെ ചിന്നത്തമ്പി അണ്ണാവി സ്ക്വയറിൽ ചുവടി ഫെസ്റ്റ് നടത്തുന്നു. ഇവിടെ കലാകാരന്മാരെ ആദരിക്കുകയും ചവിട്ടുനാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ കലാരൂപത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും അടുത്തറിയുവാൻ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നുപോലും ഗവേഷകർ ഇവിടെ എത്തിച്ചേരുന്നു. കൂടാതെ ക്രിസ്തുമതത്തെയും അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളെയും പഠിക്കാൻ MG യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച മാർ ക്രിസ്റ്റോർട്ടം ചെയറിന്റെ ഭാഗമായിട്ടുള്ള ഗവേഷകരും ചവിട്ടുനാടകത്തെ അടുത്തറിയുവാൻ ശ്രമിക്കുന്നു എന്നത് അഭിമാനകരം തന്നെ. ഞങ്ങൾ സമിതികളിൽ ചേർന്നിട്ട് വളരെ വർഷങ്ങളിലായി എന്ന് തന്നെ പറയാം. ചവിട്ടുനാടകത്തിൽ തന്നെ 7ാം വയസ്സിൽ മുതലാണ് ഞാൻ ചവിട്ടുനാടകം അവതരിപ്പിച്ച് തുടങ്ങിയത്. കാർലസ്മാൻ ചരിത്രത്തിലെ പ്ലോരിപ്പീസും, അഞ്ജലിക്ക, ഗീവർഗീസ്, ഭാര്യമാരുടെ മരണം, ശ്രീധർമ്മശാസ്താവ്, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് സേവ്യർ, അങ്ങനെ വിവിധ നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ വലതുവശത്തിരിക്കുന്ന സബേദ് ജോർജ് കേരള ചവിട്ടുനാടക അക്കാദമിയിലും കൈരളി കലാലയം എന്ന സമിതിയിലടക്കം പിന്നണി രംഗത്തും അതോടൊപ്പം തന്നെ മേക്കപ്പ്, അതോടൊപ്പം തന്നെ രംഗസജ്ജീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ സജീവമായിട്ട് നിൽക്കുന്നതാണ് സബേദ് ജോർജ്. സുനി വർഗീസ് എന്ന എൻ്റെ തൊട്ടരികത്തിരിക്കുന്ന ചേച്ചിയാണ് 53 പേര് വനിതകൾ അവതരിപ്പിച്ച നാടകത്തിൽ ഞങ്ങൾ 2 പേരും കൂടിയാണ് പരിശീലകരായിട്ട് ഈ 53 വനിതകളെ നമ്മുടെ സ്റ്റേജിൽ അണിനിരത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ടരികത്തിരിക്കുന്നത് ഓമന ജോസ് ചേച്ചി ഒത്തിരി കഥാപാത്രങ്ങൾ, സത്യപാലകൻ എന്ന നാടകത്തിലെ നല്ലൊരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ വിവിധ രംഗത്തേക്ക് ചവിട്ടുനാടകത്തിൻ്റെ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കേരള ചവിട്ടുനാടക അക്കാദമിയിലെ മെമ്പേഴ്സാണ്. ഞങ്ങൾ ചെറുപ്പം തുടങ്ങി അവിടെ തന്നെയാണ് പഠിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് നേടിയ പിള്ളേരിൽ പെട്ട ആണ് ഞങ്ങളുടെ മക്കളെന്ന് അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് ഇപ്പോഴും പറയാൻ സാധിക്കും. അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ ചേട്ടന്മാരാണ് നമ്മുടെ ഗോതുരുത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് 10 പേര് കലോത്സവത്തിന് പോയി ഫസ്റ്റ് പ്രൈസ് കിട്ടി. നമ്മൾ ഒരുപാട് പരിപാടികൾക്ക് പോകുന്നുണ്ടെങ്കിലും ചവിട്ടുനാടകം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കലയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് 10 പെൺകുട്ടികൾ 2016 ആയപ്പോൾ ഞങ്ങൾ 10 പേരായിട്ട് കലോത്സവത്തിന് പോണ്. അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ചേട്ടന്മാരെങ്ങനെയാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് നേടാൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നു. ചവിട്ടുനാടകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനായിട്ട് ചവിട്ടുനാടക രംഗത്തേക്ക് കടന്നു വരാനായിട്ട് സ്ത്രീകൾ മടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനും സ്ത്രീകളിൽ തന്നെ മുന്നോട്ട് വന്ന സമയങ്ങളാണ് കുറേ നാളുകളായിട്ട് ചവിട്ടുനാടക രംഗത്ത് കണ്ടുവരുന്നത്. ആദ്യകാലത്ത് ചവിട്ടുനാടകത്തിൽ കുറച്ച് സ്ത്രീകളാണ് വരുള്ളായിരുന്നത്.
പിന്നീട് കുറച്ച് നാൾ അത് കഴിഞ്ഞ് ഒന്നും മങ്ങിയ പോലെയായി, ചവിട്ട് നാടകമേ ഇല്ലാതെയായി. പിന്നെയും ഒരു കലകളോടുള്ള ഇഷ്ടം കൊണ്ട് ആശാന്മാർ രൂപപ്പെടുത്തി പിന്നെയും ജീവിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒട്ടേറെ. പിന്നെ ഞങ്ങൾ വന്നേ പിന്നെ ഗോതിരത്തിൽ എന്ത് പരിപാടിക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഇതെന്നെ സജീവമായി പങ്കെടുക്കുന്നു. ഞങ്ങളുടെ മക്കളില്ലെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ടായിട്ട് പുറകെ പോകുന്നു. കുടുംബശ്രീയുടെ അരങ്ങ് എന്ന പരിപാടിയിൽ സംസ്ഥാന തലം വരെയും പോയിട്ട് 10 പേരടങ്ങുന്ന ഒരു ടീം ഹൈന്ദവ പുരാണമായ ശ്രീ ധർമ്മശാസ്താവ് എന്ന നാടകം ഞങ്ങൾ അവതരിപ്പിച്ച് സ്റ്റേറ്റ് ലെവലിൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ചവിട്ടുനാടക അക്കാദമിയിൽ വിവിധ നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ്, കാറസ്മാൻ ചരിതം, അഞ്ജലിക്ക, ഭാര്യമാരുടെ മരണം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏറ്റവും പുതിയ നാടകം എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് സേവ്യർ അടക്കമുള്ള നാടകത്തിൽ ഞങ്ങൾക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം വയസ്സായി പോയി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആരും മാറി നിൽക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഗോതിരത്ത് ഫെസ്റ്റ്, അതായത് ജാനുവരി 1 ഞങ്ങൾ 53 വനിതകൾ ഇവിടെ ഫെസ്റ്റിൽ ചവിട്ടുനാടകം അരങ്ങിൽ കയറിയത്. അന്ന് മനസ്സിലായി എല്ലാവർക്കും വയസ്സൊന്നുമല്ല, നമുക്ക് കലയെ സ്നേഹിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. 53 പേര് വനിതകൾ അവതരിപ്പിച്ച ആ വേദിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ആദരവ് ഞങ്ങൾക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഒത്തിരി പെർഫോമൻസ് ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. നവകേരള സദസ്സ് പോലെയുള്ള വലിയ പ്രോഗ്രാമിൽ ഞങ്ങളുടെ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോഴും ചവിട്ടുനാടകത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാടിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പുകൾ ചിറൈന്ത ചിങ്കാരമാനത്തൊപ്പിൽ പുകൾ ചിറൈന്ത ചിങ്കാരമാനത്തൊപ്പിൽ ചികത്തുടനെ ചീർവനത്തിലുകപ്പുടനെ നാങ്കളിപ്പോൾ ചികത്തുടനെ ചീർവനത്തിലുകപ്പുടനെ നാങ്കളിപ്പോൾ ചീരിലെങ്കും പുകൾ ചിറൈന്ത ചിങ്കാരമാനത്തൊപ്പിൽ ചീരിലെങ്കും പുകൾ ചിറൈന്ത ചിങ്കാരമാനത്തൊപ്പിൽ ചികത്തുടനെ ചീർവനത്തിലുകപ്പുടനെ നാങ്കളിപ്പോൾ ചികത്തുടനെ ചീർവനത്തിലുകപ്പുടനെ നാങ്കളിപ്പോൾ. ഗോതുരുത്ത് മനക്കൽ വീട്ടിൽ ജോസഫിന്റെയും മറിയാമ്മയുടെയും മകളായ സെബീന റാഫി, ചരിത്രകാരനും സാഹിത്യകാരനുമായ പോഞ്ഞിക്കര റാഫിയുടെ ഭാര്യ. ചവിട്ടുനാടകത്തെ ജനമനസ്സുകളിൽ എത്തിക്കുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച സെബീന ടീച്ചർ ഈ കലയെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ചവിട്ടുനാടക കലയിലെ എല്ലാ ഭാഗങ്ങളും കോർത്തിണക്കി ആദ്യ ബുക്കിറക്കിയതും സെബീന ടീച്ചറാണ്. കൂടാതെ ടീച്ചറുടെ ഓർമ്മയ്ക്കായി സെബീന റാഫി 101 വർഷങ്ങൾ എന്ന ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ചവിട്ടുനാടക പ്രസ്ഥാനം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനി വളരെയൊന്നും അഭിമാനിക്കുവാൻ ഇല്ലാത്തവണ്ണം അതിന്റെ പഴയ തറവാടിത്തം പോയിക്കൊണ്ടിരിക്കുകയാണെന്നും സെബീന റാഫി ചവിട്ടുനാടകം എന്ന ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൽ ചെറിയൊരു തിരുത്തൽ വരുത്തിക്കൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചവിട്ടുനാടകത്തെ സ്നേഹിക്കുന്ന ഓരോ കലാകാരന്മാരും.